സാർ അതുപോലെ തന്നെ നമ്മുടെ മൂത്രത്തിന്റെ നിറത്തിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഫെയിന്റ് യെല്ലോ ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മുടെ മൂത്രത്തിൽ ഒരു റെഡ് കളർ വരാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് ഡിസ്കളറേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചിലവരത് മൈൻഡ് ആക്കാതെ പോവാറുണ്ട്. പക്ഷെ അത് എന്തിനെങ്കിലും രോഗത്തിന്റെ സിംറ്റംസ് ആണോ, ലക്ഷണമാണോ? യൂറിനിൽ റെഡ് കളർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെഡ് ഫ്ലാഗ് സൈൻ ഇൻ യൂറോളജി. ഓക്കെ സർ. വേറെ എന്ത് അസുഖവും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, യൂറോളജിയിൽ റെഡ് കളേർഡ് യൂറിൻ നിങ്ങൾ കണ്ടോ ഉടനടി നിങ്ങളൊരു യൂറോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ വേണമെന്ന് ഞാൻ പറയാം. കാരണം റെഡ് കളേർഡ് യൂറിൻ എപ്പോഴും നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ജെനൈറ്റോ യൂറിനറി ട്രാക്ട് മാലിഗ്നൻസി. കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ, പ്രോസ്റ്റേറ്റ്, ആണുങ്ങളാണെങ്കിൽ പ്രോസ്റ്റേറ്റ് മുതലായിട്ടുള്ള അവയവങ്ങളിൽ വരുന്ന ക്യാൻസറാണ് ആദ്യം തന്നെ റൂൾ ഔട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ച് യൂറിനിൽ റെഡ് കളർ കണ്ട ഉടനെ ക്യാൻസർ ആണെന്ന് നിങ്ങൾ ധരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ചെറിയ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും റെഡ് കളറായിട്ട് ഹെമച്യൂറി ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ റെഡ് കളർ ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും അവഗണിക്കാൻ പറ്റുന്ന ഒരു ലക്ഷണമല്ല റെഡ് കളർ ഇൻ യൂറിൻ. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ, ഇവാലുവേഷൻ വേണം. സാർ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പ്രഷറൊക്കെ ഉള്ളവരുടെ അടുത്ത് പറയും ഉപ്പുള്ള ഫുഡ് കഴിക്കരുതെന്ന്. അതുപോലെ തന്നെ ഈ കിഡ്നി അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഉപ്പ് അധികം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? ഉപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആക്ച്വലി സ്റ്റോൺ ഫോർമേഷൻ ഒരു മെയിൻ റീസൺ ആണ് ഈ അധികമായിട്ടുള്ള സോൾട്ട് കൺസംഷൻ. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സോൾട്ടിലുള്ള സോഡിയം ലവണങ്ങൾ കിഡ്നി ട്യൂബേഴ്സിൽ വെച്ച് അത് കാൽഷ്യമായിട്ട് എക്സ്ചേഞ്ച്ഡ് ആവും. കാൽഷ്യം കൂടുതലായിട്ട് യൂറിനിൽ പോകുന്നൊരു കണ്ടീഷൻ കൂടുതലായിട്ട് ഉപ്പ് കഴിക്കുന്നവർക്ക് ഉണ്ടാവും. കാൽഷ്യം കൂടുതലായിട്ട് യൂറിനിൽ പോകുമ്പോൾ കാൽഷ്യം കണ്ടെയ്നിങ് സ്റ്റോൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉപ്പിന്റെ അളവ് ഒരു 5 ഗ്രാമിൽ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡെയിലി 5 ഗ്രാം എന്ന് പറയുമ്പോൾ വളരെ മിനിമൽ എമൗണ്ട് ആണ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പോലത്തെ കൺസംഷൻ അല്ല. അപ്പൊ അത്രയും അളവിൽ ലിമിറ്റ് ചെയ്ത് വെക്കണം. എസ്പെഷ്യലി സ്റ്റോൺ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, ഒരിക്കൽ സ്റ്റോൺ വന്നിട്ടുള്ള ആൾക്കാർ. അച്ചാറ്, പപ്പടം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊതുവെ ഉപ്പ് ഉപയോഗിക്കണ്ട എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉപ്പായിട്ട് ഉപയോഗിക്കില്ല. പക്ഷെ ഇത് അച്ചാറ് അല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ ഉണക്കമീൻ അല്ലെങ്കിൽ പപ്പടം, ഇതൊക്കെ ഹൈ സോൾട്ട് കണ്ടെയ്നിങ് ഫുഡാണ്. അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ സർ.